രാവിലെ ഇങ്ങനെ ചുരുളൂടി കിടക്കാതെ പോത്തൂലെന്ന് ഉറങ്ങി നോക്ക്. നടന്നൂടെ? മുമ്പൊക്കെ അരച്ചാൻ വയറ്റിന് വേണ്ടി എത്ര ദൂരം നടന്ന് ജോലി ചെയ്യാൻ പോയിരുന്നു. ഇപ്പൊ ഒരു ചാൻ വയറിന് വേണ്ടി ഓടുന്നു, ചാടുന്നു. തനിക്ക് എത്ര കിടന്ന് ഉറങ്ങിയാലും മതിയാവശ്യ. എടോ, ഇന്നലെ രാത്രി ഉറക്കത്തിൽ കിടന്ന് താൻ നല്ലപോലെ തെറി വിളിക്കുന്നുണ്ടായിരുന്നല്ലോ. അത് തോന്നിയതാ. ഒരു തോന്നലുമല്ല, ഞാൻ നല്ലപോലെ കേട്ടതല്ലേ. ഞാൻ പറഞ്ഞത് അങ്ങനല്ല, ഞാൻ ഉറക്കത്തിലാണെന്ന് നിങ്ങക്ക് തോന്നിയതാ. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ലെന്നുള്ളൂ. പാചകം പഠിക്കാൻ നടക്കാൻ വരുന്നേ വാ. അപ്പൊ തടിച്ചാണെന്നാണ് പറയുന്നേ? തടിച്ചാന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ ഓടുന്നത് നടക്കുന്നൊക്കെ ആരോഗ്യത്തിന് നല്ലതാ. നിങ്ങളെ പറച്ചിലേട്ടാ തോന്നുമല്ലോ എനിക്കൊട്ടും ആരോഗ്യമില്ലാത്തവളാണെന്ന്. എന്റെ ഭാര്യയെ ഞാൻ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറയുന്നത് നിങ്ങൾ തിരിച്ചെടുത്തു. താനൊരു കാര്യം ചെയ്യ, എത്ര നേരം വേണമെങ്കിലും കിടന്നുറങ്ങിക്കും. ഞാനൊരു മടിച്ചാണെന്നല്ലേ പറഞ്ഞത്, അതല്ലേ ഉദ്ദേശിച്ചത്? താൻ വെറുതെ തെറ്റിദ്ധരിച്ചതാ. ഞാൻ പറഞ്ഞത് താൻ തെറ്റായിട്ട് ധരിച്ചു. കണ്ടോ പറഞ്ഞു വരുന്നത്? ഞാനൊന്നും മനസ്സിലാവാത്ത പൊട്ടിയാണെന്നല്ലേ? ഇതാ കിടക്കുന്നു. നീ എന്തിനാ വെച്ചാ കള്ളം പറയുന്നു? അപ്പൊ ഞാനൊരു കള്ളിയെന്നായിരിക്കും പറഞ്ഞു വരുന്നത്. നീ പറഞ്ഞു എങ്ങോട്ടാ പോകുന്നേ? വെറുതെ എന്തിനാ വഴക്കിന് വരുന്നത്? ഞാൻ വഴക്കാളിയായില്ലേ? എന്റെ പൊന്നെ, ഞാൻ പറഞ്ഞത് നിങ്ങൾ തിരിച്ചെടുത്തു. ഞാൻ നടക്കാനും പോകുന്നില്ല, ഓടാനും പോകുന്നില്ല. സമാധാനമായോ? ഉള്ള മൂടും പോയി മനുഷ്യൻ. അപ്പൊ അതാ കാര്യം. നിങ്ങൾക്കും നടക്കാൻ പോകാൻ മടിയാണെങ്കിൽ അത് പറഞ്ഞാ പോരെ. വെറുതെ എന്തിനാ എന്നെ കുറ്റം പറയുന്നത്? വെറുതെ എന്നെ മടിയനാക്കാൻ നോക്കരുത്. ഞാൻ ഒറ്റയ്ക്ക് നടന്നോളാം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നടക്കണമെങ്കിലേ അത് പറഞ്ഞാ പോരെ. ഞാൻ നിങ്ങളൂടെ വരുന്നത് നിങ്ങൾക്ക് കുറച്ചില്ല അല്ലേ? ഞാൻ കൂടെ വന്നാലേ അവിടെ നടക്കാൻ വരുന്ന പെണ്ണുങ്ങളോടെ കൊഞ്ചിക്കൊഴയാൻ പറ്റത്തില്ല. ഇതെന്നാ കഷ്ടമായത്. ഞാനൊരു കാര്യം പറയട്ടെ, ഭാര്യയും ഭർത്താവും ഭൂമിയിൽ സന്തോഷമായിട്ട് ജീവിച്ച സ്വർഗത്ത് പോകുമെന്നാ പറയുന്നത്. ഭർത്താവ് മരിച്ചു ചെല്ലുമ്പോഴേ ഭാര്യ കൂട്ടി അവിടെ ചെല്ലാത്തോണ്ടാ അതിനെ സ്വർഗം എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഓ, മനസ്സിലായി. എന്നെ പോലുള്ള സ്വഭാവ ഗുണമുള്ള ഒരു ഭാര്യയെ കിട്ടിയ നിങ്ങളുടെ ഭാഗ്യോ. പിന്നെ ഭയങ്കര ഭാഗ്യം. ഈ പ്രായത്തിലേ എന്റെ അത്ര സൗന്ദര്യമുള്ള ഏത് പെണ്ണുങ്ങളോട് നിങ്ങളെ കുടുംബത്തുള്ളത്? ഓ, ഞാൻ ഇതൊന്നും നോക്കിയിട്ടില്ലേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ സത്യം പറയൂ. എന്റെ സൗന്ദര്യമാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ എന്റെ സ്വഭാവമാണോ ഇഷ്ടം? എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്റെ ഇതുപോലുള്ള തമാശയാ. ഞാൻ കേട്ട് എനിക്ക് മതിയായി. ഓ, വെല്ലടിച്ചു. ഞാൻ അങ്ങോട്ട് പോകണം. അതാ നല്ലത് കേട്ടോ. എന്ത് പറ്റി? താമസിച്ചല്ലോ. ഇന്നലെ ഇച്ചിരി താമസിച്ചാ കിടന്ന്. ഓ, എന്താ വല്ല പണം ഉണ്ടായിരുന്നോ? ഇച്ചിരി കൂടിട്ടു. നിങ്ങളെ അനുസരിച്ച് കണ്ടില്ലല്ലോ. രാവിലെ ബ്ലഡ് പരിശോധിക്കാനെന്നും പറഞ്ഞ് പോയി. ഇപ്പോഴേ ഈ 60 വയസ്സ് കഴിഞ്ഞാലേ ആർക്കും പരസ്പരം കാണുമ്പോൾ ഉടനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തോ മറ്റേ അതൊക്കെയാ നോക്കുന്നത്. കൊളസ്ട്രോൾ അത്ര. പണ്ടൊന്നും അങ്ങനല്ലായിരുന്നു. ആരെങ്കിലും രണ്ടുപേരും കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചോ ചായ കുടിച്ചോ എന്നൊക്കെയാണ് ചോദിക്കും. ഇപ്പോഴതെല്ലാം മാറി. ഇപ്പം പ്രഷർ എത്രയാ, ഷുഗർ എത്രയാ എന്നാ ചോദിക്കും. അല്ല, ഇപ്പൊ ചെറുപ്പക്കാർക്ക് അതുപോലെ. അത് അവരുടെ ഈ ഭക്ഷണക്രമം തെറ്റിയതുകൊണ്ട് വന്നല്ലേ. അഞ്ച് ബ്ലഡ് കൊടുത്തോ? കൊടുത്തു. ഓ, അവിടെ ഭയങ്കര ആളായിരുന്നു. കൊടുത്തിട്ട് ഞാനിഞ്ഞ് പോരുന്നു. എന്റെ റിസൾട്ട് വാട്സപ്പിൽ ഇനി വരും. ഇപ്പോഴത്തെ ലാബിലൊക്കെ മൊത്തം കോംബോ ഓഫറാണ്. ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്താൽ പല പല ഓഫറുകളും ഉണ്ട്. എല്ലാം കച്ചവടമല്ലേ. ഏത് അസുഖത്തിന് ചെന്നിരുന്നാലും സ്കാൻ ചെയ്യാനാ പറഞ്ഞു. ഈ സ്കാൻ ചെയ്താലേ നല്ലൊരു ശതമാനം കമ്മീഷനും ഡോക്ടർമാർക്ക്. ഈ ഡോക്ടർമാരുടെ പണത്തിനോടുള്ള ആക്രാന്തം ഒരിക്കലും തീരും. ഈ അടുത്ത കാലത്തെ ഞാൻ പത്രത്തിൽ വായിച്ചതാ. ഈ കോഴിയുടെ രക്തം നമ്മൾ തമാശയ്ക്ക് വേണ്ടി ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. റിപ്പോർട്ടും വന്നു. എങ്ങനെയുണ്ട്? അല്ല, ഇത് പറഞ്ഞപ്പോൾ വേറെ ആരും ഓർത്ത്. നമ്മൾ ഒരാളെ ഒരു പുരുഷനാ, പുള്ളിക്കാരൻ്റെ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. എന്ത് കഷ്ടകാലം പറഞ്ഞാൽ അവന് പ്രഗ്നന്റ് ഗർഭമാണെന്നും പറഞ്ഞ് റിസൾട്ടും വന്നു. ആലോചിച്ച് നോക്കി. ഇതൊക്കെയാ ഇവിടെ നടക്കും. എന്താ നോക്കൂ, കാലഘട്ടം അതായി.